ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അപ്പം എൻ്റെ തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഓണമാണ്. അതിന് വേണ്ടി റെഡി ആകാൻ വേണ്ടി നിൽക്കുക. എക്സൈറ്റ്മെൻറ്റ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഇന്ന് ഡാൻസ് ഉണ്ട്. അപ്പം അത് മാത്രമുള്ള ആ ഒരു, അല്ലാണ്ട് വലിയ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്നൊന്നും പറയാനില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ സൗണ്ട് എന്തോ ഒരു പ്രശ്നം. എക്സൈറ്റ്മെൻറ്റ് ഉള്ളൊരു കാര്യമുണ്ട്. ഇന്ന് ആദ്യമായിട്ട് കാറൊക്കെ എടുത്ത് പോകാൻ കോളേജിലോട്ട്. അപ്പം അക്കാര്യത്തിൽ നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ ടെൻഷനും ഉണ്ട്. പിന്നെ ആശിനെയും കൂടെ വരണമെന്ന് പറഞ്ഞു. അവരടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു, ധൈര്യമായിട്ടെങ്കിൽ മാത്രമേ കൂടെ വരാനുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ധൈര്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവരും കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ റെഡി ആവണം, ജസ്റ്റ് മേലെ കഴുകിയിട്ട് നിൽക്കണേ ഉള്ളൂ. അപ്പം റെഡി ആവണം. ഒരുങ്ങി കഴിയുമ്പോഴത്തേക്കും അപ്പം വരും സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ ഗൈസ്. അപ്പം അതേ ഫേസ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഇത്രയുള്ള കഴിവേ ഉള്ളൂ, ഇത്രയും താജ്മഹൽ പണിയാനുള്ള കഴിവേ ഉള്ളൂ. ഞാൻ കൂടുതൽ പണിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, അതുകൊണ്ട് എനിക്ക് ഇത്രയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം വന്ന് സാരി ഉടുപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സാരി കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ സാരി. ദിസ് ഇസ് മൈ സാരി ഗൈസ്. മൽക്കോട്ടനാണ്, അറിയാം, യൂണിഫോം പോലെയാണ് എല്ലാവരും എടുത്തുകൊണ്ട്. ഇത്തവണ ഓണം ഇസ് ലൈക്ക് യൂണിഫോം എന്ന് എന്തൊക്കെയോ പറയുന്നു. എന്തായാലും മൽക്കോട്ടൻ സാരിയാണ്. ഈ പാറ്റേൺ എങ്കിലും ആർക്കും കാണൂലെന്നും പ്രതീക്ഷിച്ച് നിന്നപ്പോൾ 2 ദിവസം മുന്നേ നോക്കിയപ്പം റബേക്ക സന്തോഷില്ലേ, ആ ചേച്ചി ഈ സാരി എടുത്തേക്ക്, സെയിം സാരി. വാവ്, വാട്ട് എ വണ്ടർഫുൾ തിങ്. അപ്പം ഞാൻ ഇനി സാരി ഉടുപ്പിച്ചിട്ട് വരാം. വാ, സാരി ഉടുപ്പിച്ചു തരാം. അട ഇത് കണ്ട അറിഞ്ഞോളൂ. സാരി ഉടുത്ത് കഴിച്ചു എന്നെ ഇപ്പം എന്തോന്നും സാധനത്തിൻ്റെ അകത്ത് കയറ്റി നിർത്തിയേക്കണത് പോലുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഇതൊക്കെ വെച്ച് എങ്ങനെ ഡാൻസ് കളിക്കാൻ പോകുമെന്ന് വെച്ചാൽ സത്യമായിട്ട് ഒരു പിടുത്തവും ഇല്ല എനിക്ക്. സാരി ഉടുത്തു, നമുക്ക് ബാക്കി ഒരുങ്ങാം. ബാക്കി എന്താ, ഇനി ആടയാഭരണങ്ങളെടുത്ത് അണിയുക എന്നുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ. ലിപ്സ്റ്റിക് ഇടണം, ലിപ്സ്റ്റിക്, ബാക്കിയെല്ലാം സെറ്റാണ്. അല്ല, ആടയാഭരണങ്ങൾ, ലിപ്സ്റ്റിക്ക്, മുടി, വേണ്ട, മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് മുല്ലപ്പൂവൊക്കെ വയ്ക്കണം. ചെമ്പകമല്ലികൾ തുളുമ്പിയ ചന്ദനമാണ്. മറ്റേ സാധനം മതിയായിരുന്നല്ലേ, കയറ്. വേണ്ട, ഇത് മതി. അപ്പ പോയി. നമുക്കാദ്യം മുടി കെട്ടാം. മുടി കെട്ടിയിട്ട് കമ്മലൊക്കെ ഇടാം. മുടി കെട്ടാൻ ഇസ് ദ ബിഗ്ഗസ്റ്റ് ടാസ്ക്. മുടി ഇന്നലെ പോയി സ്പായൊക്കെ ചെയ്തിട്ട് വന്ന് ആ ഒരു ഇതിൽ കിടപ്പുണ്ട്. ഹെയർ ഇസ് ആക്ച്വലി ഹെയറിങ് ടുഡേ. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല, ആവശ്യമുള്ളതിൻ്റെ അന്നൊന്നും ഹെയർ ചെയ്യാറില്ല, ഹെയറിങ് ചെയ്യാറില്ല. ബട്ട് ഇന്നെന്തോ നല്ല രീതിക്ക് കിടപ്പുണ്ട്. മുടി അയച്ചപ്പോൾ കൊള്ളാൻ ഇത്ര നേരം ഒരു തള്ളവായി പോയിരുന്നു. മുടി അയച്ച് മാല ഇട്ടപ്പോഴത്തേക്കും കൊള്ളാം. മുടി ഇങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് പോയാലോ എന്നാണ് ആലോചിക്കണം. മുല്ലപ്പൂക്കെ വയ്ക്കണം, ഇങ്ങനെ തന്നെ ഇട്ടാൽ പോരെ. സൂപ്പത്തെറ്റിക്. ഇന്നലെ കണ്ട് എൻ്റെ വായി കയറി ഒരു വാക്കാണ് ഈ പെത്തറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് പൊട്ട് വെച്ച് എൻ്റെ മുടി അയച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്ര നേരം എന്തോ ഒരു ചേരുവോ ചേരൂലേ ആ ഒരു ഇതിൽ ഞാൻ നിൽക്കുമായിരുന്നു. പക്ഷേ
മാല ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുൾ ലുക്ക് മാറി. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹൗസ് ഇറ്റ് ഗൈസ്, കൊള്ളാമോ? ഇഷ്ടപ്പെട്ടു. അപ്പം കാറിൽ കയറിയിരുന്നു. എനിക്കറിഞ്ഞൂടാ എന്തൊക്കെയാണ് ആവാൻ പോകണമെന്ന്. എന്തായാലും ഞാൻ ഇറങ്ങിത്തന്നത്. മമ്മി തോന്നിക്കുന്നു. മമ്മി ഇറങ്ങി. എത്തി. ഞാനങ്ങനെ ഒരുവിധം കാർ ഓടിച്ചതാ കൊണ്ടെത്തി. ബ്രില്യൻറ്റിൻ്റെ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരെ ഇറങ്ങി. അയ്യോ, ഇതുവരെ സമാധാനം. ഇപ്പോഴാണ് ശ്വാസം വീണത്. ഇനി ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങട്ടെ. നോക്ക് ഗൈസ്, കമ്മലിട്ടുകൊണ്ട് വന്നതുകൊണ്ട് ഒരുമിച്ച് കാണിച്ചു കൊല്ലിരിക്കണ്. രണ്ടും മയിൽപ്പീലി. ബാസ്റ്റേ പോവാം. പറഞ്ഞു നോക്കാം. മഴ ഗൈസ്, മഴ പെയ്യുന്നു. ഇവരൊക്കെ മഴ തോന്നണ്ട. പോവാം. മഴയായോട്ട് നല്ല ക്യൂട്ടിൻ്റെ അടിയിൽ കയറി. മഴ ചടിക്കുന്നതിൻ്റെ അടിയിൽ ആയിരിക്കും. ഇവിടെ വല്ലവരും ഉണ്ടാവും ലോകത്ത്. നിന്റെ ഫാൻസ് ഒക്കെ തിരക്കും. സാരി അവിടെ പോയി പരിപാടിയുടെ കാര്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ അകത്ത് മറ്റേ ഡാർക്ക്നെസ്സിൽ ഫോട്ടോ എടുക്കുന്നത് വെച്ചിട്ടുണ്ടോ? ഞാനില്ലേ എവിടെ ഫോട്ടോഗ്രാഫർ. എന്റെ ഫോണിൽ എനിക്ക് ആ വ്ളോഗ് ഒന്ന് എനിക്ക് അയച്ചു തരണേ. ഇവിടെ ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസും അപ്പുറത്ത് പരിപാടി നടക്കും. എൻ്റെ ഫോണ് ബാഗിൻ്റെ അകത്തായിപ്പോയി. അപ്പം എനിക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് മാത്രമേ ഇപ്പം ഇതാ ദീപുവിൻ്റെ ഫോൺ എടുത്തു. ഡാൻസ് ഒന്നും കേട്ടില്ല.
ഞങ്ങളുടെ കൃഷ്ണനെ കണ്ട ഗൈസ്. നിന്റെ വണ്ടി എവിടെ ഇതൊന്ന് യൂട്യൂബിലിടല്ലേ? ഈ വ്ളോഗിന്റെ പകുതി എന്റെ വ്ളോഗിൽ കാണും. ഈ സാധനം തന്നെ എനിക്ക് എന്തെങ്കിലും കണക്കണം, ഞാൻ എടുത്തില്ല. എന്റെ അങ്ങോട്ട് പോകും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും, എങ്ങനെയെങ്കിലും ഒക്കെ വരും. പക്ഷെ നിങ്ങൾ കാണണം, കണ്ടേ പറ്റൂ. രണ്ടും കാണണം എടി. ഇത് കുറെ ആയില്ലേ ഈ പാട്ട്. ഇത് തുടക്കം ചിമ്മി ചിമ്മി, മറ്റേ അങ്ങനെ കൊറേ നാളത്തെ പ്ലാനിങ്ങും കൊറേ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞതായി ഇറങ്ങി. ഫസ്റ്റ് ടൈമാണ് ഓണപരിപാടിക്ക് ഇത്രയും ലേറ്റ് ആയിട്ട് പോകുന്നത്. സത്യം മണി 2 നിങ്ങൾ വിചാരിക്കും വല്ല 4 മണി 5 മണി 2 മണി. ഞങ്ങൾ സാധാരണ 11:30 കൂടുതൽ ഇവിടെ നിൽക്കാറില്ല. കഴിഞ്ഞ തവണ 11 മണിക്ക് വന്നിട്ട് 11:30 ആയപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അറിയാമോ, ഇത്തവണ ഓണത്തിന് നമ്മൾ ഡാൻസ് കളിച്ചു. സാധാരണ ഓണത്തിന് നമ്മൾ ഡാൻസ് കളിക്കാറില്ല. ഞങ്ങൾക്ക് സാധാരണ ഞങ്ങൾ ഡാൻസിന് ഇറങ്ങുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 5 എണ്ണം അല്ലെ 10 എണ്ണത്തിന്റെ ഇടയ്ക്കൊക്കെ ഞങ്ങളത് വരും. ഇന്ന് ഞങ്ങൾക്ക് 24ാമത്തെ ഡാൻസ് ആയിരുന്നു. അതാണ് ഇത്രയും ലേറ്റ് ആയി പോയത്. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകണം. എവിടെ പോണു, എവിടെയാണെന്ന് തീരുമാനിച്ചില്ല. വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് തീരുമാനിച്ച് അങ്ങോട്ട് പോകും. എൻ്റെ വണ്ടിയിൽ കിടക്കും. വണ്ടി കയറുമ്പോൾ കുടിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ബാഗ് എടുത്തോണ്ട് വരാൻ വയ്യായിരുന്നു. ഗായ്സ്, ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി വന്ന് തിന്നാൻ പോട്ടെ. പക്ഷെ നമുക്ക് ഒന്നും തിന്നാനും തോന്നണില്ല. നമുക്ക് വല്ല ഷേക്ക് അമ്മാതിരി സാധനങ്ങൾ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. സോ നമ്മൾ അതിനു വേണ്ടി പൊട്ടും. എവിടെ പൊട്ടു ഇതിന് മണ്ടയില്ല കുത്തിയനി. ഗായ്സ്, എങ്ങനെയുണ്ട് നമ്മളെ ലുക്ക്? നല്ല ലുക്ക്. ഞാൻ കറക്റ്റ് തളച്ചു. അതെ, എൻ്റെ അമ്മ. അതെ, ഞങ്ങൾ മെഗ്ഡിയിൽ ഫുഡ് കഴിക്കാൻ വന്നു. ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് മെഗ്ഡിയിൽ വരണ ഞെക്ക്. മീഡിയം പ്രൈസ് അതല്ലേ? ആ, ഇങ്ങോട്ട് വാ. ഇതെല്ലാം കുരുങ്ങുന്നു. ഓ ഇടി കീറി. ഞാൻ പിടിക്കണില്ല, എന്നെ വിളിക്കാതെ. തുടപ്പിന്റെ ഒരു സാധനത്തിൽ അമ്മേനെ കീറിയിട്ടുണ്ട്. സാരി എവിടേക്കോ എങ്ങനെയൊക്കെയോ കീറിയിട്ടുണ്ട്. എനിക്ക് അത്ര മാത്രം അറിയാവുള്ളൂ. ഫുഡ് വന്നു ഗായ്സ്, ഫുഡ് വന്നു. ഞാൻ മര്യാദക്ക് ഇട്ട് തരൂലായിരുന്ന. അതല്ലേ ഇന്നലെ എൻ്റെ പറയും ഉച്ചയ്ക്ക് പാലച്ചും പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ചേച്ചി ഇട്ട് തരുമെന്ന് പറയും. വേണ്ട, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ട്രേ എക്സ്ട്രാ. അവൾ ഒറ്റയ്ക്ക് തിന്നുള്ളത്. ഞങ്ങൾക്ക് ഒരെണ്ണം മതി. ഞാൻ ഇവിടെ ഇങ്ങനെ പോകണം. വാട്ട് ഈസ് ദിസ്? ഞങ്ങൾക്ക് ഒരെണ്ണം മതി കഴിക്കാൻ വേണ്ടി. കീർത്തന ഇടയ്ക്ക് വന്നല്ലോ. കീർത്തന ഡീസൻ്റ് ആവും. ക്യാമറ വരുമ്പോൾ കീർത്തന ഡീസൻ്റ് ആവും. എനിക്ക് എന്തായാലും ഞങ്ങളിത് കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കയറിയത്. പക്ഷേ ഇത് അവസാനമേ കിട്ടിയുള്ളൂ. അങ്കിളുടെ നെഞ്ചത്ത് ചാഞ്ഞ് കിടക്കുന്ന ദീപുനെ ഈ മനുഷ്യൻ ദീപുനെ നോക്കണില്ലെന്നും പറഞ്ഞ ദീപുന് ഭയങ്കര വിഷമം. ഞങ്ങൾ പോണ് കഴിച്ച്. ഞാൻ അപ്പയുടെ ഓഫീസിൽ പോണം. നിങ്ങളെ കൊണ്ട് പാളയത്ത് കളഞ്ഞിട്ട് ഞാൻ പോണം. ഗൈസ്, അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.
ഈ ഫോണും ഞാൻ എടുത്തോണ്ട് പോന്നു. എന്റെ ഫോൺ ഇങ്ങോട്ട് തന്നെ ഇറക്കി. ഓ നീ നിന്റെ അല്ല എടുത്തത്. എടി തുറന്നാടി. ഓ ഇത് പഴയതാണല്ലോ, ഞാൻ മറന്നുപോയി. ഞാൻ ഇവിടെ പിടിച്ചോണ്ടിരിക്കുന്നു. ജിമ്മിയുടെ ബാഗ് കൊടുത്തല്ലോ. എല്ലാം കഴിഞ്ഞു. അതെ ഗൈസ്, രണ്ടുപേരും സിംഗിൾ ഒറ്റയ്ക്ക്. അതെ പോയി. ഞാൻ എന്താ ഇപ്പം അപ്പയുടെ ഓഫീസിലോട്ട് വന്ന് അപ്പം അതിൻ്റെ അകത്തുണ്ടോ എന്തോ. അപ്പം അതിൻ്റെ അകത്ത് ഇതോ ഇരിപ്പുണ്ട്. കാണാമോ എന്തോ എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഇത് അതിൻ്റെ അകത്ത് അപ്പം ഇരിപ്പുണ്ട്. ഞാൻ അപ്പയുടെ അടുത്തോട്ട് പോയിട്ട് ഇനി അപ്പം വീട്ടിൽ പോകാൻ പറ്റുമോ എന്തോ എനിക്കറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ വീട്ടിൽ പോയി സാധനമൊക്കെ ഒന്ന് അഴിച്ച് കളഞ്ഞാൽ മതി എങ്ങനെയെങ്കിലും. അമ്മേ, ഞാൻ തിരിച്ച് വീട്ടിൽ പോകണം കഴിച്ച്. അപ്പം വരാൻ താമസിക്കുള്ളൂ. 3:30 ആയോ. വീട്ടിൽ പോകും. വയ്യ. ടാറ്റാ. അപ്പം ഇറങ്ങുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇനി ഇരിക്കാൻ വയ്യ. ഒരു 5 മണിയൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ അപ്പം ഇറങ്ങുമ്പോൾ നല്ല ലേറ്റ് ആകും എന്ന് പറഞ്ഞു. ഞാൻ പോകണം. എനിക്കിതൊക്കെ എങ്ങനെയും ഒന്ന് ഊരിക്കളഞ്ഞാൽ മാത്രം മതി. വേറെ വല്ല വിഷമായിരുന്നെങ്കിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇതെനിക്ക് എന്തോ വെയിറ്റ് എടുത്ത് ഞാൻ രാവിലെ പറഞ്ഞില്ലേ, എന്തിൻ്റെയോ അകത്ത് കയറി നിൽക്കണത് പോലെ എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. അപ്പം ഞാൻ നേരെ വീട്ടിൽ പോയി കുറച്ച് വെള്ളം കോരി മണ്ടയിൽ കൂടെ ഒഴിക്കുമ്പോഴേ എനിക്കൊരാശ്വാസമാവുള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ പോട്ടെ കഴിച്ച്. തളർന്ന് ക്ഷീണിച്ച് വയ്യാണ്ടായി. അങ്ങനെ അടുത്തൊരു വർഷവും കഴിഞ്ഞ്. ഇതെൻ്റെ ലാസ്റ്റ് ഓണമായിരുന്നു കോളേജിലുള്ള. ലാസ്റ്റ് ഓണം കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഡാൻസൊക്കെ കളിച്ച്. ഞങ്ങൾ സാധാരണ ഓണത്തിന് ഡാൻസ് കളിക്കാറില്ല, കാരണം ഈ സാരിയൊക്കെ ഉടുത്തിട്ട് പറ്റത്തില്ല എന്നുള്ളൊരിതുള്ളതുകൊണ്ട് ഞങ്ങൾ ഡാൻസ് അങ്ങനെ കളിക്കില്ല. ഇത്തവണ പിന്നെ വിചാരിച്ച് ലാസ്റ്റ് ഓണമല്ലേ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, സാരി എങ്കിൽ സാരി, പാവാടയും പാവാട, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ തീരുമാനിച്ചങ്ങ് കളിച്ചതായിരുന്നു. പക്ഷേ നല്ലതായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് കളിക്കാൻ പറ്റി, നല്ലതായിരുന്നു. ലാസ്റ്റ് ഓണം അത് കിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ കോളേജിലെ ഹോസ്റ്റൽ ബോയ്സ് ആണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ ബാച്ച് തന്നെ ഫൈനൽ ഇയേഴ്സ് ചെറുക്കന്മാരുടെ ഡാൻസ് ഉണ്ട്. കിട്ടില്ല ഡാൻസ് ആയിരുന്നു. അവന്മാരുടെ ആക്ച്വലി ലാസ്റ്റാണ് കിടന്നത്, പക്ഷേ അവർക്ക് എന്തോ വടംവലീൻ്റെ ഇതുണ്ടായിരുന്നുകൊണ്ട് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് അവന്മാരുടെ ഡാൻസ് ഫ്രണ്ടിൽ കയറ്റി, ഞങ്ങളുടെ തന്നെ ഫ്രണ്ടിൽ കയറ്റി. കിടിലം ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വൈബായിരുന്നു എന്ന് പറയുമ്പോൾ, നല്ല ഡാൻസായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി പോയി കിടന്ന് തുള്ളണം, പക്ഷേ തുള്ളി കഴിഞ്ഞാൽ ഞങ്ങളത് കളിക്കാൻ ഞങ്ങൾക്ക് എനർജി കാണില്ല. അത് കഴിഞ്ഞ് 2 ഡാൻസ് കഴിഞ്ഞ് പിന്നെ അടുത്ത ഞങ്ങളുടെ ഡാൻസ്. അപ്പം അതിനുള്ള എനർജി ഞങ്ങൾക്ക് കാണില്ല. സാരി ഇട്ടുകൊണ്ടല്ലേ കാണാം, അല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ പോയൊന്നും പറ്റില്ല. സ്റ്റേജിൻ്റെ പുറകെ ഇതിങ്ങനെ ഒന്ന് ഇറങ്ങിപ്പോയി അതിൻ്റെ കൂടെ കിടന്ന് തുള്ളിയാൽ മതി, ആ ഒരു ഫീലായിരുന്നു. പക്ഷെ അവന്മാർ കിടിലമായിട്ട് കളിച്ച്. കിടിലം എന്ന് പറഞ്ഞാൽ തകർത്ത് പൊളിയായിട്ട് അവന്മാർ കളിച്ച്. എല്ലാം കൊണ്ടും ഓണം നല്ലതായിരുന്നു. എനിക്ക് 2024, അതായത് ഞാൻ 2nd ഇയർ പഠിക്കുമ്പോൾ ഉള്ള ആ ഓണത്തിന് ശേഷം എനിക്ക് പിന്നെ ഇതായി ഇഷ്ടപ്പെട്ട. കഴിഞ്ഞ വർഷത്തത് അങ്ങോട്ട് എന്തൊക്കെയോ ഒരിതുണ്ടായിരുന്നു, അപാകതകളുണ്ടായിരുന്നു. ബട്ട് ദിസ് വാസ് ഗുഡ്, ദിസ് വാസ് ബെറ്റർ. 24ൻ്റെ അത്ര എത്തൂല. എൻ്റെ കോളേജ് ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഓണം അതായിരുന്നു. അത്രയും എത്തൂല, എന്നാലും സ്റ്റിൽ ദിസ് വാസ് ബെറ്റർ ദാൻ ലാസ്റ്റ് ഇയർ. അങ്ങനെ ആ ഓണം കഴിഞ്ഞ് ഇനി അടുത്ത വർഷം എന്തായിരിക്കും, എവിടെ ആയിരിക്കും എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം അയ്യോ തളർന്നു. ഇനി ഒന്ന് എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി. ട്രാഫിക്